നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.69% വിജയം. വിജയശതമാനത്തിൽ നേരിയ കുറവ്. ചിന്നക്കനാലിലെ ഭൂമി ഇടപാടിൽ മാത്യു കുഴൽനാടനെതിരെ FIR. കൊടകര കുഴൽപ്പണ ഇടപാടിൽ പൊതു താൽപര്യ ഹർജിയുമായി AAP ഹൈക്കോടതിയിൽ. വർഗീയതയും തീവ്രവാദവും നാടിന് ആപത്ത് എന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. കേരള തീരത്ത് കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. വാർത്തകൾ വിശദമായി. 2023-24 അധ്യയന വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഈ വർഷത്തെ SSLC, THSLC, AHSLC പരീക്ഷാഫലങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പ്രഖ്യാപിച്ചത്. 99.69% ഈ വർഷത്തെ വിജയം. വിജയശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ കുറവുണ്ട്. മുൻവർഷം 99.7% വിജയം. 71,831 വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവരുടെ എണ്ണത്തിൽ മുൻ വർഷത്തേക്കാൾ വർധനവുണ്ട്. 68,604 പേരാണ് കഴിഞ്ഞ വർഷം എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. ഏറ്റവും കൂടുതൽ വിജയശതമാനം കോട്ടയം ജില്ലയിലാണ്, 99.92%. ഏറ്റവും കുറവ് വിജയശതമാനം തിരുവനന്തപുരം ജില്ലയിലാണ്, 99.08%. 9 മുതൽ 15 വരെ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാം. മെയ് 28 മുതൽ ജൂൺ 6 വരെയായിരിക്കും സേ പരീക്ഷ. ജൂൺ ആദ്യവാരം മുതൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. 2474 സ്കൂളുകളാണ് മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപരിപഠനത്തിന് യോഗ്യരാക്കിയത്. കഴിഞ്ഞ വർഷം ഇത് 2581 അടുത്ത വർഷം മുതൽ പരീക്ഷാ രീതി മാറ്റുമെന്നും മന്ത്രി അറിയിച്ചു. എഴുത്തു പരീക്ഷയിൽ മിനിമം മാർക്ക് ഏർപ്പെടുത്തും. ഓരോ വിഷയത്തിലും 12 മാർക്ക് മിനിമം വേണമെന്ന രീതിയിലായിരിക്കും അടുത്ത വർഷം മുതൽ പരീക്ഷ. മാറ്റം ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2023-24 അക്കാദമിക വർഷത്തെ 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലപ്രഖ്യാപനവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ ഫലപ്രഖ്യാപനവും 9-ന് നടത്തും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് പ്രഖ്യാപനം. ചിന്നക്കനാലിലെ ഭൂമി കയ്യേറ്റ കേസിൽ MLA മാത്യു കുഴൽനാടനെതിരെ വിജിലൻസ് FIR. കേസിൽ ആകെയുള്ള 21 പ്രതികളിൽ 16ാം പ്രതിയാണ് മാത്യു കുഴൽനാടൻ. ക്രമക്കേടുണ്ടെന്നറിഞ്ഞിട്ടും മാത്യു കുഴൽനാടൻ ഭൂമി വാങ്ങിയെന്ന് FIR-ൽ പറയുന്നു. ഇടുക്കി വിജിലൻസ് യൂണിറ്റാണ് ഇന്നലെ വൈകിട്ടോടെ FIR രജിസ്റ്റർ ചെയ്തത്. ഇന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. 2012-ലെ ദേവികുളം തഹസിൽദാർ ഷാജിയാണ് കേസിൽ 1ാം പ്രതി. ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ വാങ്ങിയ ഭൂമിയുടെ ആധാരത്തിൽ വില കുറച്ച് കാണിച്ച് ഭൂമി രജിസ്ട്രേഷൻ നടത്തിയെന്ന CPM എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ പരാതിയോടെയാണ് മാത്യു കുഴൽനാടന്റെ ചിന്നക്കനാലിലെ ഭൂമി ഇടപാട് സംബന്ധിച്ച വാർത്തകൾ വരുന്നത്. ക്രമക്കേട് ഉണ്ടെന്നറിഞ്ഞിട്ട് മാത്യു കുഴൽനാടൻ ഭൂമി വാങ്ങിയെന്ന് FIR-ൽ പറയുന്നു. 2021-ലാണ് 3 ആധാരങ്ങളിലായി ചിന്നക്കനാലിലെ 1 ഏക്കർ 23 സെന്റ് സ്ഥലവും കെട്ടിടങ്ങളും മാത്യു കുഴൽനാടന്റെയും 2 പത്തനംതിട്ട സ്വദേശികളുടെയും പേരിൽ വാങ്ങിയത്. ഭൂമിയിടപാടിൽ MLA നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വിജിലൻസ് കണ്ടെത്തിയിരുന്നത്. എന്നാൽ അളന്നു നോക്കിയിട്ടില്ലെന്നും ആധാരത്തിലേതിനേക്കാൾ കൂടുതൽ ഭൂമി ഉണ്ടോ എന്ന് അറിയില്ലെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയിരുന്നു. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വിലയേക്കാൾ കൂടുതൽ കാണിച്ചുവെന്ന ന്യായീകരണത്തിലൂടെ ഇത് മാത്യു കുഴൽനാടൻ പ്രതിരോധിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുത്തതിന്റെ പ്രതികാരമായുള്ള വേട്ടയാടലാണ് ഇതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. ആസ്ട്രാസെനേക്കയുടെ കോവിഡ് വാക്സിനുകൾ വിപണിയിൽ നിന്ന് പിൻവലിച്ചു. വാക്സിന് പാർശ്വഫലങ്ങളുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് വാക്സിൻ പിൻവലിക്കുന്നത് വ്യവസായ കാരണങ്ങളാലാണെന്നാണ് വിശദീകരണം. ഇന്ത്യയിൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് കോവിഷീൽഡ് എന്ന പേരിലാണ് ഇത് പുറത്തിറക്കിയത്. ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി ചേർന്ന് ആസ്ട്രാസെനിക്ക വികസിപ്പിച്ച വാക്സിനാണ് കോവിഷീൽഡ്. UK-യിൽ നിന്നുള്ള ജെയ്മി സ്കോട്ട് എന്നയാൾ കോവിഷീൽഡ് സ്വീകരിച്ചപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചതോടെയാണ് വാക്സിനെ സംബന്ധിച്ച് ആശങ്കകൾ ഉടലെടുത്തത്. ജെയ്മി സ്കോട്ട് പരാതി ശരിവെക്കുന്ന മറുപടിയാണ് കമ്പനി കോടതിയിൽ നൽകിയത്. കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്ക് രക്തം കട്ടപിടിക്കുന്ന രോഗമുണ്ടാകാനും പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയാനും സാധ്യതയുണ്ടെന്നാണ് കമ്പനി കോടതിയെ അറിയിച്ചത്. അതേസമയം വാക്സിൻ എടുത്ത് 21 ദിവസത്തിനകമാണ് പാർശ്വഫലങ്ങൾ ഉണ്ടാകേണ്ടതെന്നായിരുന്നു കമ്പനിയുടെ വാദം. ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി സഹകരിച്ചായിരുന്നു ആസ്ട്രാസെനിക്ക കോവിഷീൽഡ് വാക്സിൻ വികസിപ്പിച്ചത്. ഇന്ത്യയിലാവട്ടെ ഇത് വിതരണം ചെയ്തത് അന്തർ പൂനാവലിയുടെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. കോവിഷീൽഡ് വാക്സിൻ നിരവധി കേസുകളിൽ ഗുരുതരമായ രോഗങ്ങളോ മാരകമായ അവസ്ഥകളോ ഉണ്ടാക്കിയതായി ആരോപിച്ച് ആസ്ട്രാസെനിക്ക പലയിടത്തും നിയമ നടപടികൾ നേരിടുന്നുണ്ട്. ആകെ 51 കേസുകളിലായി ഇരകൾ 10 കോടി പൗണ്ട് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരുന്നു.
രാഷ്ട്രീയ എതിരാളികളെയും പ്രതിപക്ഷത്തെയും നാമാവശേഷമാക്കി 5ാം തവണയും റഷ്യൻ പ്രസിഡന്റ് സ്ഥാനത്ത് അവരോധിതനായി വ്ളാഡിമിർ പുടിൻ. മോസ്കോയിലെ ഗ്രാൻഡ് ക്രെംലിൻ പാലസിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിലാണ് 71 വയസ്സുകാരനായ പുടിൻ വീണ്ടും അധികാരം ഏറ്റെടുത്തത്. മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പുടിൻ റെക്കോർഡ് വിജയമാണ് നേടിയത്. 87.8% വോട്ട് നേടിയാണ് പുടിൻ വിജയിച്ചത്. കാൽനൂറ്റാണ്ടോളം റഷ്യൻ ഭരണാധികാരിയായി തുടർന്ന പുടിന് ഇനി 2030 വരെ ഭരണത്തിലിരിക്കാം. 2022 യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വലിയ എതിർപ്പുകൾ റഷ്യ നേരിടുന്നതിനിടെയാണ് പുടിൻ വീണ്ടും പ്രസിഡന്റ് സ്ഥാനം കൈയാളുന്നത്. തനിക്കും ഭരണകൂടത്തിനുമെതിരെ ശബ്ദിച്ചവരെയെല്ലാം ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് പുടിൻ അധികാരത്തിൽ തുടരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു പുടിൻ്റെ പ്രധാന രാഷ്ട്രീയ എതിരാളിയായിരുന്ന അലക്സി നവൽനിയുടെ ദുരൂഹ മരണം. മറ്റ് പ്രധാന വിമർശകരെല്ലാം നാടുകടത്തപ്പെടുകയോ തടങ്കിലാക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. റഷ്യയുടെ ചരിത്രത്തിലെ ആദ്യ ത്രിദിന വോട്ടെടുപ്പായിരുന്നു ഇത്തവണത്തേത്. വിദൂര ഓൺലൈൻ വോട്ടിംഗ് സമ്പ്രദായം ആദ്യമായി ഏർപ്പെടുത്തിയെന്ന സവിശേഷതയുമുണ്ടായിരുന്നു. 11.4 കോടി വോട്ടർമാരാണ് റഷ്യയിലുള്ളത്. 19 ലക്ഷം പേർ വിദേശത്താണ്. അവർക്കായി ഇന്ത്യയുൾപ്പെടെ അതത് രാജ്യങ്ങളിലെ നയതന്ത്ര സ്ഥാപനങ്ങളിൽ പോളിംഗ് ബൂത്തുകൾ സ്ഥാപിച്ചിരുന്നു. യുക്രൈൻ്റെയും US ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെയും കടുത്ത എതിർപ്പ് അവഗണിച്ച് 2014 പിടിച്ചെടുത്ത ക്രൈമിയയിലും 2022 ആരംഭിച്ച അധിനിവേശത്തിലൂടെ പിടിച്ചെടുത്ത യുക്രൈൻ പ്രവിശ്യകളിലും റഷ്യ തെരഞ്ഞെടുപ്പ് നടത്തി. ഇതിൽ പലതും റഷ്യൻ സൈന്യത്തിൻ്റെ ഭാഗിക നിയന്ത്രണത്തിലുള്ളതോ കനത്ത ഏറ്റുമുട്ടൽ നടക്കുന്നതോ ആയ പ്രദേശങ്ങളാണ്. യുക്രൈനിലെ അധിനിവേശം സംബന്ധിച്ച ഹിതപരിശോധനയാകുമെന്ന് വിലയിരുത്തപ്പെട്ട തെരഞ്ഞെടുപ്പിൽ പുടിന് ലഭിച്ച ഓരോ വോട്ടും യുദ്ധത്തിനുള്ള വോട്ടായി മാറി എന്നാണ് യാഥാർത്ഥ്യം. കൊടകര കുഴൽപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി ഹൈക്കോടതിയിൽ. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് 3.5 കോടി രൂപ കർണാടകയിൽ നിന്ന് BJPക്ക് വേണ്ടി കേരളത്തിലെത്തിയെന്നും എന്നാൽ 3 വർഷം കഴിഞ്ഞിട്ടും കേസിൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ആരോപിച്ച് പൊതുതാൽപര്യ ഹർജിയുമായി ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് ഈ മാസം 14 വീണ്ടും പരിഗണിക്കും. 2021 ഏപ്രിൽ 3 തൃശൂർ ജില്ലയിലെ കൊടകരയിൽ വെച്ച് കാറിൽ കൊണ്ടുവരികയായിരുന്ന 25 ലക്ഷം രൂപ കൊള്ളയടിക്കപ്പെട്ടത്. തുടർന്ന് ഇതിന്റെ പേരിൽ ഏറെ വിവാദങ്ങളും അരങ്ങേറി. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഉൾപ്പെടെ ഒട്ടേറെ RSS BJP നേതാക്കളെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഈ പണവുമായി BJPക്ക് ബന്ധമില്ല എന്ന നിലപാടിലാണ് സുരേന്ദ്രൻ ആവർത്തിച്ചിട്ടുള്ളത്. കേസിൽ സുരേന്ദ്രനെ സാക്ഷിയായി ഉൾപ്പെടുത്തിയത് CPMഉം BJPയും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമാണെന്നും കോൺഗ്രസ് ആരോപിച്ചിരുന്നു. 3.5 കോടി രൂപയാണ് അന്ന് കൊള്ളയടിക്കപ്പെട്ടതെന്നും ഈ പണം BJPയുടെ തിരഞ്ഞെടുപ്പ് ആവശ്യത്തിനായി കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണെന്നും ഹർജിക്കാരുടെ വാദം. ഇത്തരത്തിലുള്ള പണം ഉപയോഗിക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ സാധുതയെ തന്നെ ഇല്ലാതാക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കുന്ന കാര്യമായതിനാൽ UPA വകുപ്പുകൾ ഇതിൽ ഉൾപ്പെടുത്തണം. ഇതുവരെ ശരിയായ ദിശയിലല്ല അന്വേഷണം നടന്നിട്ടുള്ളത്. കുഴൽപ്പണ ഇടപാടിനെ കുറിച്ച് അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കണം. ഇക്കാര്യത്തിൽ NIA അന്വേഷണത്തിന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യാനും സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകണമെന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ ഹരിയാനയിലെ BJP സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി 3 സ്വതന്ത്ര MLAമാർ പിന്തുണ പിൻവലിച്ചു. ഇതോടെ 90 അംഗ നിയമസഭയിൽ BJP സർക്കാരിന് കേവല ഭൂരിപക്ഷം നഷ്ടമായി. കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതായും ഹരിയാന സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നതായും MLAമാർ അറിയിച്ചു. ഇതോടെ നിയമസഭയിൽ NDA സഖ്യ സർക്കാരിന്റെ MLAമാരുടെ എണ്ണം 42 കുറഞ്ഞു. കോൺഗ്രസ് ഉൾപ്പെട്ട ഇന്ത്യ സഖ്യത്തിന് 34 MLAമാരാണ് ഉള്ളത്. ഹരിയാന കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ് ബാൻ, ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപതിർ സിംഗ് ഹൂഡെ എന്നിവർ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിനാണ് MLAമാർ തീരുമാനം വ്യക്തമാക്കിയത്. കർഷകരുടെ വിവിധ വിഷയങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് തങ്ങളുടെ നീക്കമെന്നും അവർ വ്യക്തമാക്കി. സഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ നയബ് സിംഗ് സൈനി സർക്കാർ ഉടൻ രാജിവെക്കണമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ് ബാൻ ആവശ്യപ്പെട്ടു. നേരത്തെ മനോഹർ ലാൽ ഖട്ടറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജിവെച്ചതിനു ശേഷം നയബ് സിംഗ് സൈനിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നപ്പോൾ മുൻപ് BJPക്ക് JJP MLAമാരുടെ പിന്തുണ നഷ്ടമായിരുന്നു. 10 MLAമാരാണ് JJPയിലുള്ളത്. അതിനാൽ JJP MLAമാരുടെ തീരുമാനം ഹരിയാനയിൽ നിർണായകമായേക്കാം. ഖലിസ്ഥാൻ വിഷയത്തിൽ വീണ്ടും കാനഡയെ വിമർശിച്ച് ഇന്ത്യ. കനേഡിയൻ നഗരത്തിൽ ഇന്ത്യൻ നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് ഖലിസ്ഥാൻകാർ ഭീഷണി ഉയർത്തിയതിന് പിന്നാലെയാണ് രൂക്ഷ വിമർശനം. നിയമ സംവിധാനങ്ങളെ ബഹുമാനിക്കുന്ന രാജ്യങ്ങൾ ഒരിക്കലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഭീകര ഘടകങ്ങളുടെ ഇടപെടൽ അനുവദിക്കില്ലെന്ന് ഇന്ത്യ അറിയിച്ചു. ഒൻറ്റാറിയോയിലെ ഗുരുദ്വാര കമ്മിറ്റി നടത്തിയ പരേഡിൽ
വിഘടനവാദ മുദ്രാവാക്യങ്ങളും പ്ലോട്ടുകളും ഉയർത്തിയതാണ് ഇന്ത്യയെ ചൊടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്കെതിരെയും മുദ്രാവാക്യം മുഴക്കി. കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പങ്കെടുത്ത പരിപാടിയിൽ ഖലിസ്ഥാൻ മുദ്രാവാക്യം ഉയർത്തിയതിന് കാനഡയുടെ ഡെപ്യൂട്ടി ഹൈ കമ്മീഷണറെ ഇന്ത്യ വിളിച്ചുവരുത്തി. ഒരാഴ്ച പിന്നിടുമ്പോഴാണ് പുതിയ സംഭവം. കാനഡയിലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. അക്രമത്തെ ആഘോഷിക്കുകയും മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും സാംസ്കാരിക സമൂഹത്തിന് ചേർന്നതല്ല. നിയമത്തെ അനുസരിക്കുന്ന ജനാധിപത്യ രാജ്യങ്ങൾ ഒരിക്കലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഭീകര ഘടകങ്ങളുടെ ഇടപെടൽ അനുവദിക്കില്ല എന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ വിഘടനവാദ ശക്തികൾ അക്രമ സ്വഭാവമുള്ള കാര്യങ്ങൾ പടച്ചുവിടുന്നതിന് എതിരെ ഞങ്ങൾ നേരത്തെ തന്നെ ശക്തമായ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ പോസ്റ്ററുകളും മറ്റും കാനഡയിലെ പല ഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കുകയും അവർക്കെതിരെ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നുവെന്നും പ്രസ്താവനയിൽ ഇന്ത്യ ചൂണ്ടിക്കാട്ടി. ഞായറാഴ്ച കാനഡയിലെ മാൾട്ടനയിൽ നടന്ന റാലിയിൽ ഇന്ത്യൻ അധികൃതർക്കും പ്രധാനമന്ത്രിക്കുമെതിരെ ഭീകര സ്വഭാവമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിരുന്നു. ദൽ ഖൽസയുടെ പരംജിത് മന്ത്, ഇന്ത്യ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ അവതാർ സിംഗ് പന്നു എന്നിവരാണ് വിദ്വേഷ പരാമർശങ്ങൾക്ക് പിന്നിലെന്നാണ് റിപ്പോർട്ട്. ഇവർ റാലിയിൽ ഉയർത്തിയ പ്ലോട്ടുകളിൽ ഒന്നിൽ ഖലിസ്ഥാന്റെ ഭൂപടവും ഉണ്ടായിരുന്നു. റഷ്യൻ മനുഷ്യക്കടത്ത് കേസിൽ 2 തിരുവനന്തപുരം സ്വദേശികൾ അറസ്റ്റിൽ. കഠിനംകുളം സ്വദേശികളായ അരുൺ, പ്രിയൻ എന്നിവരാണ് പിടിയിലായത്. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി CBI യൂണിറ്റാണ് ഇവരെ പിടികൂടിയത്. മനുഷ്യക്കടത്തിന്റെ സൂചന ലഭിച്ചതിനെ തുടർന്ന് കേരളത്തിൽ CBI നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പിന്റെ വ്യാപ്തി വലുതാണെന്ന് വ്യക്തമായത്. തലസ്ഥാന ജില്ലയിൽ അഞ്ചുതെങ്ങിലെ 3 യുവാക്കൾ തട്ടിപ്പിനിരയായിരുന്നു. ഇവർ റഷ്യ-യുക്രൈൻ അതിർത്തിയിലെ യുദ്ധമുഖത്താണുള്ളത്. സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് തട്ടിപ്പിനിരയായത്. പൂവാർ സ്വദേശി ഡേവിഡും യുക്രൈനെതിരെ റഷ്യ യുദ്ധം നടത്തുന്ന മേഖലയിലാണ്. ഡ്രോൺ ആക്രമണത്തിൽ ഡേവിഡിന് പരിക്കേറ്റിരുന്നു. ഒപ്പമുണ്ടായിരുന്ന 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടെന്നാണ് ഡേവിഡ് വീട്ടുകാരെ അറിയിച്ചത്. അഭയാർത്ഥി ക്യാമ്പിലുള്ള ഡേവിഡിന് ഇടയ്ക്ക് വീട്ടുകാരെ ഫോൺ വിളിക്കാൻ സാധിക്കുന്നുണ്ട്. CBI സംഘം ഡേവിഡിന്റെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. സെക്യൂരിറ്റി ജോലിക്കാണ് ഡേവിഡിന് 5 മാസം മുൻപ് റഷ്യയിലേക്ക് കൊണ്ടുപോയത്. ഏജന്റിന് 3 ലക്ഷം രൂപ നൽകി. ഏജന്റിനെ കുറിച്ച് വീട്ടുകാർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയില്ല എന്നായിരുന്നു പുറത്തുവരുന്ന വിവരം. കേരളത്തിന്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് സാമൂഹ്യ സൗഹാർദ്ദത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയുമാണെന്നും ആ അന്തരീക്ഷം നിലനിർത്താൻ ഇവിടുത്തെ വ്യവസ്ഥാപിത മതങ്ങളെല്ലാം ബോധപൂർവ്വം ശ്രമിച്ചിരുന്നുവെന്നത് സത്യമാണെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. മതസൗഹാർദ്ദത്തിനായി പരിശ്രമിക്കുമ്പോൾ നമ്മെ അത്ര ഗുരുതരമായി ബാധിക്കാത്ത ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല, കേട്ടില്ല എന്നും വയ്ക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമൂഹത്തിന്റെ സുഗമമായ മുന്നേറ്റത്തിന് പരസ്പരം നൽകേണ്ടത് കരുതലുകളും സ്നേഹവുമാണ്. കേരളത്തിലെ മതങ്ങളുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ എല്ലാം തന്നെ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സാഹചര്യവുമായിരുന്നു. എന്നാൽ സമീപകാലത്ത് ഇതര മതങ്ങളെ അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട്. അത് ക്രൈസ്തവർക്കിടയിലും വർദ്ധിക്കുന്നുവെന്നുള്ളത് ഗൗരവത്തോടെ കാണേണ്ടതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമുദായങ്ങളെ തമ്മിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യം അതിന് പിന്നിലുണ്ടാവാം. അതുപോലെ തന്നെ ഭൂരിപക്ഷ സമുദായങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രവണതകളും പൊതുവെ ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേരളത്തിന്റെ സമാധാനപൂർണമായ അന്തരീക്ഷത്തിൽ വിള്ളൽ വീഴ്ത്താനുള്ള ശ്രമം ഏതൊക്കെയോ കോണുകളിൽ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമുദായം ഇവിടെ പല പ്രതിസന്ധികളും നേരിടുന്നുണ്ട്. പ്രണയക്കുരുക്കുകൾ, അതുപോലെ പ്രണയം നടിച്ചുകൊണ്ടുള്ള ചതിക്കുഴികൾ, ഇവയൊക്കെയാണ്. ഇതൊരു പ്രതിസന്ധി തന്നെയാണ്, കണ്ണടച്ച് ഇരുട്ടാക്കാനാവില്ല. പക്ഷേ ആ പ്രതിസന്ധിക്കുള്ള പരിഹാരം ഇവിടെ വർഗീയതയുടെ വിഷം ചീറ്റുന്നതോ സാമുദായിക സ്പർദ്ധ വളർത്തുന്നതോ അല്ല. അത് ഏതെങ്കിലും ഒരു സമുദായം മുഴുവൻ സംഘടിതമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായി കാണുന്നതിനെയാണ് തെറ്റായ സാമൂഹിക വിമർശനം എന്ന് പറയുന്നത്. മറിച്ച് നാം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ദുരുദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന വ്യക്തികളും ഗ്രൂപ്പുകളും എല്ലാ സമുദായത്തിലുമുണ്ടെന്നാണ്. അപ്രകാരമുള്ള വ്യക്തികളെയും സംഘടനകളെയും ഒറ്റപ്പെടുത്തി അവരുടെ പ്രവർത്തനങ്ങളെ വേർതിരിച്ചു തന്നെ നാം മനസ്സിലാക്കണമെന്നും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി വ്യക്തമാക്കി. കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്നു രാവിലെ 11:30 മുതൽ രാത്രി 11:30 വരെ 0.5 മുതൽ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തെക്കൻ തമിഴ്നാട് തീരത്തും പകൽ 2:30 മുതൽ രാത്രി 11:30 വരെ 1.0 മുതൽ 1.7 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു.
കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാല ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം കൊടുംചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ ലഭിക്കുന്നു എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി മഞ്ഞ അലേർട്ടും പ്രഖ്യാപിച്ചു. അടുത്ത 5 ദിവസങ്ങളിൽ ഇന്ന് വൈകിട്ട് മുതൽ വടക്കൻ കേരളത്തിലെ കൂടുതൽ സ്ഥലങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചേക്കാം. മധ്യ തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്കാണ് സാധ്യത. എന്നാൽ അടുത്തയാഴ്ച മധ്യ തെക്കൻ ജില്ലകളിലും ശക്തമായ മഴ ലഭിച്ചേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.